എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതുൻ ആൻഡ് വെൽക്കം ടു നിറ്റ് 360. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, എക്സ്, ഫേസ്ബുക്ക് ഇതിലൂടെയെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഈ കഴിഞ്ഞ മെയ് 15 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ഒരു കേസ് പരിഗണിക്കെ ഇന്ത്യയിലെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു. തൊഴിലില്ലാത്ത ചില യുവാക്കൾ സോഷ്യൽ മീഡിയയിലുമായി ആക്റ്റീവാണ്. ചിലർ RTIയിൽ വർക്ക് ചെയ്യുന്നു. ഇവർ പാരസൈറ്റ് പോലെ ഗവൺമെന്റ് പദവികളിൽ കയറുന്നു എന്നാണ് സൂര്യകാന്ത് പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തന്റെ പരാമർശം തിരുത്തുകയും തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ജസ്റ്റിസ് ശ്രീകാന്ത് ഈ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു പരാമർശം വിവാദമാവുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്ത ഇപ്പോൾ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന അഭിജിത്ത് ദീപ്കയാണ് CJP പാർട്ടിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നാണ് ഈ പാർട്ടിയുടെ മുദ്രാവാക്യം. അതേപോലെ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലേസി ആയിരിക്കണം. അതേപോലെ മണിക്കൂറുകളോളം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫോണിലും സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് 6 ലക്ഷത്തോളം പേരാണ് CJPയുടെ പെറ്റീഷനിൽ ഓൺലൈനായി സൈൻ ചെയ്തത്. CJPക്ക് പ്രധാനമായി 5 മാനിഫെസ്റ്റോസ് ആണ് ഉള്ളത്. ന്യായാധിപന്മാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പാടില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ വിരമിച്ച ശേഷം രാജ്യസഭാ സീറ്റോ മറ്റ് രാഷ്ട്രീയ പദവികളോ പ്രതിഫലമായി നൽകാൻ പാടുകയില്ല. വോട്ടർമാരുടെ പേര് വെട്ടിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യണം. നിലവിലുള്ള സീറ്റുകൾ കൂട്ടാതെ തന്നെ വനിതകൾക്ക് പാർലമെന്റിലും ക്യാബിനറ്റിലും 50% സംവരണം. കൂറുമാറുന്ന ജനപ്രതിനിധികൾക്ക് 20 വർഷം വിലക്ക്. തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പാർട്ടി മാറുന്ന MLAമാർക്കും MP മാർക്കും വീണ്ടും മത്സരിക്കുന്നതിനും പൊതുപദവി വഹിക്കുന്നതിനും 20 വർഷത്തേക്ക് പൂർണ്ണ വിലക്ക്. CJP രൂപപ്പെട്ട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ 40,000-ഓളം പേരുകൾ ഓൺലൈനായി മെമ്പർഷിപ്പ് എടുത്തു. ഇതിന്റെ ഇൻസ്റ്റാ പേജ് ഇപ്പോൾ നിലവിൽ 22.5 മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ഇന്ത്യയിലെ നിലവിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ BJP, കോൺഗ്രസ് ഈ പാർട്ടികൾക്കുള്ളതിനേക്കാൾ ഇരട്ടി ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ CJPക്ക് ഉള്ളത്. ഈ കാണുന്ന 21.5 മില്യൺ ഫോളോവേഴ്സിൽ പലതും ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നും, അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണെന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പലതവണ CJPയുടെ ഇൻസ്റ്റാഗ്രാം, എക്സ് പേജുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കപ്പെടുകയും അവ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഉണ്ടായി. എന്തായാലും ഈ പാറ്റകൾ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമോ, അതും വെറും ഈയാമ്പാറ്റകളായി മാറുമോ എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതുൻ ആൻഡ് വെൽക്കം ടു നിറ്റ് 360. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, എക്സ്, ഫേസ്ബുക്ക് ഇതിലൂടെയെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഈ കഴിഞ്ഞ മെയ് 15 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ഒരു കേസ് പരിഗണിക്കെ ഇന്ത്യയിലെ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു. തൊഴിലില്ലാത്ത ചില യുവാക്കൾ സോഷ്യൽ മീഡിയയിലുമായി ആക്റ്റീവാണ്. ചിലർ RTIയിൽ വർക്ക് ചെയ്യുന്നു. ഇവർ പാരസൈറ്റ് പോലെ ഗവൺമെന്റ് പദവികളിൽ കയറുന്നു എന്നാണ് സൂര്യകാന്ത് പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തന്റെ പരാമർശം തിരുത്തുകയും തന്റെ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ജസ്റ്റിസ് ശ്രീകാന്ത് ഈ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു പരാമർശം വിവാദമാവുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്ത ഇപ്പോൾ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന അഭിജിത്ത് ദീപ്കയാണ് CJP പാർട്ടിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നാണ് ഈ പാർട്ടിയുടെ മുദ്രാവാക്യം. അതേപോലെ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലേസി ആയിരിക്കണം. അതേപോലെ മണിക്കൂറുകളോളം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫോണിലും സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് 6 ലക്ഷത്തോളം പേരാണ് CJPയുടെ പെറ്റീഷനിൽ ഓൺലൈനായി സൈൻ ചെയ്തത്. CJPക്ക് പ്രധാനമായി 5 മാനിഫെസ്റ്റോസ് ആണ് ഉള്ളത്. ന്യായാധിപന്മാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പാടില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ വിരമിച്ച ശേഷം രാജ്യസഭാ സീറ്റോ മറ്റ് രാഷ്ട്രീയ പദവികളോ പ്രതിഫലമായി നൽകാൻ പാടുകയില്ല. വോട്ടർമാരുടെ പേര് വെട്ടിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യണം. നിലവിലുള്ള സീറ്റുകൾ കൂട്ടാതെ തന്നെ വനിതകൾക്ക് പാർലമെന്റിലും ക്യാബിനറ്റിലും 50% സംവരണം. കൂറുമാറുന്ന ജനപ്രതിനിധികൾക്ക് 20 വർഷം വിലക്ക്. തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പാർട്ടി മാറുന്ന MLAമാർക്കും MP മാർക്കും വീണ്ടും മത്സരിക്കുന്നതിനും പൊതുപദവി വഹിക്കുന്നതിനും 20 വർഷത്തേക്ക് പൂർണ്ണ വിലക്ക്. CJP രൂപപ്പെട്ട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ 40,000-ഓളം പേരുകൾ ഓൺലൈനായി മെമ്പർഷിപ്പ് എടുത്തു. ഇതിന്റെ ഇൻസ്റ്റാ പേജ് ഇപ്പോൾ നിലവിൽ 22.5 മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ഇന്ത്യയിലെ നിലവിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ BJP, കോൺഗ്രസ് ഈ പാർട്ടികൾക്കുള്ളതിനേക്കാൾ ഇരട്ടി ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ CJPക്ക് ഉള്ളത്. ഈ കാണുന്ന 21.5 മില്യൺ ഫോളോവേഴ്സിൽ പലതും
ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നും, അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണെന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പലതവണ CJPയുടെ ഇൻസ്റ്റാഗ്രാം എക്സ് പേജുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കപ്പെടുകയും അവ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഉണ്ടായി. എന്തായാലും ഈ പാറ്റകൾ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമോ, അതും വെറും ഈയാമ്പാറ്റകളായി മാറുമോ എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം.